മൂത്ത മകൾ വീട് പൂട്ടിയെന്ന് ആരോപിച്ച് വീടിന് മുന്നിൽ കുത്തിയിരുന്ന വയോധിക ഒടുവിൽ വീടിനകത്ത് കയറി. RDOയുടെ ഓർഡർ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇടപെടാത്തതിനെ തുടർന്ന് സ്വയം പൂട്ടുപൊളിച്ചാണ് 78-കാരി സരോജിനി വീടിനകത്ത് കയറിയത്. 10 മണിക്കൂറോളമായി വീടിന് മുന്നിൽ കുത്തിയിരുന്ന വയോധികയ്ക്ക് പിന്തുണയുമായി MLA ഉമാ തോമസും നാട്ടുകാരും കൌൺസിലറും എത്തിയിരുന്നു. സംഭവത്തിൽ മകളുടെ പ്രതികരണം ലഭ്യമായില്ല. ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വീടിന്റെ പുറത്ത് പായ വിരിച്ച് കിടക്കുകയായിരുന്നു സരോജിനി എന്ന അമ്മ. ഇപ്പോൾ ആ വീടിന്റെ പൂട്ട് പൊളിച്ച് അവര് അകത്തേക്ക് കയറിയിട്ടുണ്ട്. വീടിന്റെ അകത്തേക്ക് അവർ കയറിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇടയ മകൾ വന്നിരുന്നു. അവിടേക്ക് ചെല്ലുമോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ പോകുന്നില്ല എന്ന നിലപാടെടുക്കുകയും ഈ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. ഞാനാണ് അവനെ പൊളിച്ച് ഞാൻ അകത്ത് കയറിയതാണ്. കമ്പിപ്പാറ കൊണ്ട് പൊളിച്ച് ഇത്ര നേരം ഞാൻ പോലീസുകാർ പൊളിച്ചു തരുമെന്ന് ഓർത്തു, അവർ കയറ്റുമെന്ന് ഓർത്തു. അവർക്കൊണ്ട് പറ്റണില്ല. അപ്പൊ ഞാൻ തന്നെ കമ്പിപ്പാറ കൊണ്ട് പൊളിച്ച് ഞാൻ അകത്ത് കയറി. ഇന്നിവിടെ തന്നെ കഴിയാന്നാണ്? ഞാനിവിടെ തന്നെ കഴിയാനാണ്. ഇളയ മകള് വന്നിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ട് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒന്നും പോകില്ല, എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി, എൻ്റെ വീട് ഇതാണ് മോനെ, എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. RDO ഒരു ഉത്തരവ് ഇറക്കുമായിരുന്നല്ലോ അമ്മേനകത്ത് കയറ്റണമെന്ന്. ഇപ്പൊ അക്കാര്യത്തിൽ അത് മകളുടെ അവരുമായി സംസാരിക്കാതെയാണ് ഉത്തരവിറക്കിയതെന്നും നാളെ ഒരു കൂടിക്കാഴ്ച ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അമ്മ പോകുമോ മകളുമായിട്ട് സംസാരിക്കാൻ? ഞാനെങ്ങും പോകില്ല, ഞാനെങ്ങും പോകില്ല, എനിക്ക് വയ്യ പോകാൻ. ഈ നടപ്പൊക്കെ നടന്ന് ഇന്ന് മുഴുവൻ കാലത്ത് 9 മണിക്ക് വണ്ടി കയറിയതാ. ആ ഇരിപ്പിരുന്നിരുന്ന് എനിക്ക് നടുവേണക്കാൻ പാടില്ല, എണീക്കാൻ പാടില്ല. എന്തൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കണം. എന്തുകൊണ്ടാ മോൾ ഇങ്ങനെ വീടടച്ചു പോയെന്ന് അമ്മ കരുതുന്നത്? എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ. എന്നോടത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഞാനത് സത്യമാണെന്ന് ഓർത്ത് പോയി. അവൾ അമ്പലത്തിൽ പോകണം, മൂകാംബിയെ പോകണം എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞു പോയത്. നിലവിൽ മകളുടെ പേരിലാണല്ലേ വീടും സ്ഥലവും ഒക്കെ? അവർ ഞാൻ എഴുതി കൊടുത്തവർക്ക് 2 പെൺമക്കൾക്കും എഴുതി കൊടുത്തു മോനെ 2.5 സെന്റ് വീതം. അത് അവർ താമസിച്ചോട്ടെ എന്ന് ഓർത്തു. അവരിങ്ങനത്തെ ചതിയൊന്നും ഓർത്തില്ല. അവരുടെ അച്ഛൻ്റെ സ്ഥലം 20 സെന്റ് ഉണ്ടായി, അത് വിറ്റാണ് രണ്ടിനെയും കല്യാണം. എന്തായാലും ഈ വീട്ടിൽ തന്നെ തുടരണം എന്നാണ് അമ്മയുടെ എൻ്റെ ആഗ്രഹം. എനിക്കിവിടെ തന്നെ താമസിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് ഇവിടെ തന്നെ തുടരും? ഞാനിവിടെ തന്നെ താമസിക്കും. മകള് ഇങ്ങോട്ട് വരും, എന്തെങ്കിലും അറിയിച്ചോ? പിന്നീട് ബന്ധപ്പെടാൻ പറ്റുമോ? ഇല്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. പോലീസ് പറഞ്ഞതുപോലെ മറ്റിടത്തേക്കൊന്നും പോകുന്നില്ല? അല്ല, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാനിവിടെ തന്നെ ഇരിക്കുന്നു. വ്യക്തിപരമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അല്ലേ അമ്മേ? ഇല്ല, ഒരു പ്രശ്നവും. എന്തായാലും ഇത് ഈ സ്ഥലമുള്ളത് അമ്മയുടെ മൂത്ത മകളുടെ പേരിലാണ്. അമ്മ എഴുതി കൊടുത്തതാണ്, അവരുടെ വീട് പണിയുകയും ചെയ്തതാണ്. പക്ഷെ അമ്മ പറയുന്നത് പോലെ ഒരു ദിവസം പെട്ടെന്ന് അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നു. പിന്നീട് അമ്മയ്ക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വ്യക്തിപരമായി മറ്റ് പ്രശ്നങ്ങളിൽ അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ RDO ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്.